എല്ലാവർക്കും നമസ്കാരം. സ്മിതാസ് കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് ആണ്. ഞങ്ങൾ മോഡുലാർ കിച്ചണാണ് ഞങ്ങളുടെ. അപ്പോൾ പുതിയ വീട്ടിൽ അപ്പോൾ അതിലേക്ക് വാങ്ങിയ കാഫിൻ്റെ ചിമ്മിനി ഹോബ് ആൻഡ് ഹുഡാണ്. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഫുള്ളായിട്ട് എല്ലാവരും വീഡിയോ കാണണം. അപ്പോൾ കാഫ് എന്ന കമ്പനിയുടെ ചിമ്മിനിയാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് 1 വർഷം വരെ അത് സർവീസ് ഉണ്ട്, ഫ്രീ സർവീസ് ഉണ്ട്. സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ വന്ന് റിപ്പയർ ചെയ്തു തരും. ആ ഒരു സർവീസ് മാത്രമേ ഉള്ളൂ. പിന്നെ അതല്ലാതെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പാർട്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അഴിച്ച് ക്ലീനൊക്കെ ചെയ്യണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യണം. അല്ലാതെ ഇതിൽ കാഫ് എന്ന കമ്പനിക്ക് അങ്ങനെ സർവീസ് ഇല്ല. 1 വർഷം ഫ്രീ സർവീസാണ്. സർവീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, കേടുണ്ടെങ്കിൽ മാത്രം റിപ്പയർ ചെയ്ത് തരും, അത്രയേ ഉള്ളൂ. അപ്പോൾ 1 വർഷം ആണ് ഇതിൻ്റെ സർവീസ് വാറണ്ടി പറയുന്നത്. അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്നത് കാണാം. ഫുള്ളായിട്ട് എല്ലാവരും വീഡിയോ കാണണം, മറക്കാതെ ലൈക്ക് കൂടെ ചെയ്യണം. മുഴുവൻ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെയായിരുന്നു കുറച്ചുകൂടി പണി വീടിൻ്റെ ബാക്കിയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ശബ്ദമൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ അൺബോക്സിങ് ചെയ്തത്. കാരണം കിച്ചണിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ടൈലൊക്കെ കട്ട് ചെയ്തിട്ട് വേണം, ഗ്രാനൈറ്റ് കട്ട് ചെയ്തിട്ടൊക്കെ വേണമല്ലോ വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഞങ്ങൾ അൺബോക്സിങ് ചെയ്യുന്നത്. 1 വർഷം ആയി. ഏപ്രിൽ 26 ഞങ്ങൾ ഹൗസ് വാമിങ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ സമയത്താണ് ഏപ്രിൽ മാസത്തിലൊക്കെയാണ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇതുവരെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് വീഡിയോ ഇടുന്നത്. ഉള്ള അടുപ്പാണ് ഞങ്ങൾ വാങ്ങിയത്. ഓട്ടോമാറ്റിക്കാണ്. ഇതിനിപ്പോൾ ലൈറ്റർ ഇല്ലെങ്കിൽ നമുക്കതിൽ ഓണാക്കാൻ പറ്റും. കറണ്ട് ഇല്ലാത്ത സമയത്ത് ചിമ്മിനി വർക്ക് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് മാത്രം നമുക്ക് ലൈറ്റർ ഉണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതിലിടയ്ക്കിടയ്ക്ക് അവർ സർവീസ് ചെയ്യണം എന്ന് പറഞ്ഞു. നമുക്ക് സർവീസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ തന്നെ അതിൻ്റെ ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ടെക്നീഷ്യൻ അത് പറഞ്ഞു തരുന്നതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഗ്ലാസിൻ്റെയാണ് അടുപ്പ് വരുന്നത്, സ്റ്റൗ വരുന്നത്. അപ്പോൾ 3 ഉള്ള അതാണ്, 3 ബർണറിൻ്റെയുള്ളതാണ് വാങ്ങിയത്. 4 വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ 4 ആകുമ്പോൾ നമുക്ക്, ഞാൻ നോക്കിയപ്പോൾ അവിടെ വെക്കാൻ ഒരെണ്ണം നമുക്ക് വെച്ചാൽ തന്നെ നമ്മൾ എന്തെങ്കിലും പാചകം ചെയ്യുമ്പോൾ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേണ്ട വിചാരിച്ചിട്ട് ഇത് 3 ഉള്ളതാണ് സെലക്ട് ചെയ്തത്. ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ലൈറ്റർ ഉണ്ടെങ്കിൽ കറണ്ടില്ലാത്ത സമയത്ത് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത്, ഗ്ലാസ് ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടുമൊക്കെ ചെയ്യും, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എന്തെങ്കിലും തിളച്ച് പോയാൽ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവാതെ പെട്ടെന്ന് തന്നെ അത് തുടച്ചെടുക്കണം. ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അത് നല്ലോണം ആറിയ ശേഷം മാത്രമേ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. വല്ലതും തിളച്ച് പെട്ടെന്ന് പോയാൽ മാത്രം വേഗം തുടച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പാചകം ചെയ്യാതെ നല്ലോണം ഗ്ലാസ്സൊക്കെ നല്ലോണം ആറിയ ശേഷം മാത്രമേ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. സിലിണ്ടർ വെച്ചിരിക്കുന്നത് പുറത്താണ്, വീടിന് പുറത്ത് ബാക്ക് സൈഡിലായിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇനിയൊരു വീഡിയോയിൽ ഇടാം. അപ്പോൾ അതെങ്ങനെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളതൊക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതും ഇതിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ചും അതിൻ്റെ ടെക്നീഷ്യൻ വന്ന് പറയുന്നതാണ് ഇനി അടുത്ത വീഡിയോയിൽ. അതും എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടെ.
എല്ലാം ഹോൾസിൽ കത്തും, പ്രഷർ കൂടിയ. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. മുകളിലൊരു ഷീറ്റ് ഇട്ടിട്ട് ഇങ്ങനെ താത്തി വെച്ചാൽ ഇതിൻ്റെ മേലെ ഇൻസുലേഷൻ ഉണ്ടാവും, നമ്മുടെ വയറിൻ്റെ ഇൻസുലേഷൻ പോലെ ഉണ്ടാവും. ക്ലിപ്പ് ഇടണ്ടേ? ക്ലിപ്പ് വേണ്ട. ഉണ്ടോ കയ്യിലുണ്ടോ? ഇല്ല വേണ്ട, ക്ലിപ്പ് വേണ്ട. ഈ ഇതിന് വേണ്ട. ഇത് രണ്ടും എപ്പോഴും ഓപ്പൺ ആയിരിക്കും. ഓഫ് ചെയ്ത് വെച്ചിട്ട് പോയാൽ കഴിഞ്ഞില്ല. സാർക്ക് എപ്പോഴും ആവശ്യമില്ലല്ലോ. അകത്ത് നമ്മൾ ഓഫ് ചെയ്താൽ മതി. അവിടെയാണ് മെയിനായിട്ട് ഡെയിലി യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പുറത്ത് പോവുകയാണെങ്കിൽ മാത്രം ഇത് ഫുള്ളായിട്ട് കുറേ ദിവസം ഇല്ലാതിരിക്കുന്ന സമയത്ത് മാത്രം, അപ്പം മാത്രം നമ്മൾ ഇവിടെ ഓഫ് ചെയ്തിട്ട് പോവാം. ഇപ്പോൾ ഷീറ്റ് മറിച്ച് മഴ പെയ്യുമ്പോൾ നനയാണ്ട് അതിൻ്റെ പുറത്ത് നെറ്റ് വെച്ചിട്ടുണ്ട് സാറേ. നമ്മൾ ചിമ്മിനിയുടെ ഒരു കവള് തന്നെ കറക്റ്റാണ്. ഷീറ്റ് ഇട്ട് കവർ ചെയ്യണം അല്ലത്. ഇത് നിങ്ങൾ കേസ് അടിക്കുന്നുണ്ടല്ലോ ക്യാബിൻ, ആ ക്യാബിന്റെ മുകളിൽ ഷീറ്റ് ഇട്ടാണ് കവർ ചെയ്തിട്ടേ അതിനടുത്ത് പറയാം. അല്ല ചാറിലടിക്കും വെള്ളമൊക്കെ ആയാലൊക്കെ. വെള്ളം ആയാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഈ വെയിൽ തട്ടുമല്ലോ, രാവിലത്തെ വെയിൽ തട്ടില്ല. 12 മണി വരെ വെയിൽ തട്ടും. ആ വെയിൽ തട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ പ്രഷർ മാറും, ഉള്ളിലെ പ്രഷർ വന്നിട്ട് കൂടും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം അത് നിങ്ങൾ അവിടെ കുക്ക് ചെയ്യുമ്പോൾ അറിയും, നല്ല ഫോഴ്സിൽ കത്തും. പ്രഷർ കൂടിയ പെട്ടെന്ന് ഈ റെഗുലേറ്റർ കംപ്ലൈന്റ് ആവും. അങ്ങനെ ഇതിന് താങ്ങാവുന്നതിൽ കൂടുതലായിട്ട് പ്രഷർ വരില്ലേ, അപ്പോൾ അത് കൺട്രോൾ ചെയ്യില്ല, വിട്ടുപോകും. എൻ്റെ നോസിൽ ചെറിയ നോസിലാണ്, അത് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാനാണ്, റീപ്ലേസ് ചെയ്യാൻ. അപ്പോൾ മാക്സിമം എല്ലാത്തിലും ഒരു ഷീറ്റ്, അതിൻ്റെ മേലെ കുറച്ച് ഗ്യാപ്പ് കിട്ടുന്നത് ഒരു ഷീറ്റ് അടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം. പ്ലാസ്റ്റിക് ഷീറ്റ് അടിച്ചു വിടാം. ഇരുമ്പാകുമ്പോൾ വീണ്ടും ചൂട് ഫൈബറോ അല്ലെങ്കിൽ നിങ്ങളുടെ വുഡിൻ്റെയോ അതൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കവർ ചെയ്ത് വെക്കാം. അത് ഓട്ടോ ഇഗ്നീഷൻ വേണ്ടി. ലൈറ്റ് വേണ്ട, ഓട്ടോമാറ്റിക്. ഇതെല്ലാം കുറച്ച് തിരിച്ചിട്ട് പ്രസ് ചെയ്യാം. എങ്ങനെയുണ്ടാവും? പ്രസ് ചെയ്യുക, തിരിക്കുക. ഗ്യാസ് കൂടും നോക്കി മനസ്സിലാവും. ഇതിപ്പോ ഇങ്ങനെ വെറുതെ വെക്കുകയല്ലേ? നമുക്ക് എടുക്കണമല്ലോ. നമുക്ക് സർവീസിനൊക്കെ വരുമ്പോൾ ഞങ്ങൾ അഴിച്ചെടുക്കുന്നതല്ലേ. ഈ ഗ്ലാസ് ടോപ്പ് മാത്രം നമ്മൾ അഴിച്ചെടുക്കുക, അടിയിൽ കേസ് മാത്രമേ അവിടെ. അങ്ങനെ നമ്മളിപ്പോൾ ഇത് കത്തിക്കുമ്പോൾ എപ്പോഴും ഇത് ഓൺ ചെയ്തെടുക്കുന്നുണ്ടല്ലോ. വേണം, എപ്പോഴും ഓൺ ചെയ്യണം. എപ്പോഴും ഓൺ ചെയ്യണം. ചിമ്മിനി ഓൺ ചെയ്യണം. ചിമ്മിനി ഓൺ ചെയ്യണം. ഫുൾ ഫ്ലെയിം ആണ്. ഫുൾ ഫ്ലെയിം ഓഫ് ആയില്ല. ഇതിപ്പോൾ എല്ലാം ഓഫാണ്. പ്രസ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് തിരിക്കുക. ലെഫ്റ്റിലേക്ക് കത്തുന്നവരെ പ്രസ് ചെയ്തിരിക്കുക. ഈ ശബ്ദം എപ്പോഴും ഉണ്ടാവില്ല. അല്ലല്ല, അത് സ്റ്റാർട്ടിങ്ങിന് മാത്രം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാവൂ. ഇഗ്നീഷന് വേണ്ടിയിട്ട് പ്രസ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് തിരിക്കുക. കത്തുന്നവരെ പ്രസ് ചെയ്യുക. ചിലപ്പോൾ കത്തിയൊന്നുമില്ല, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ അതെ കത്തി അല്ല വിട്ടോളൂ, കത്തി കിട്ടിയാൽ ഓക്കെ കിട്ടാം. പിന്നെ ഇത് താഴോട്ട് സിം ഇത് ഓൺ ചെയ്തോട്ടെ. ഓൺ ചെയ്തു. ഓഫ് ചെയ്യാൻ നേരെ ഓപ്പോസിറ്റ് ഓഫ്. ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിന് മാത്രം പ്രസ് ചെയ്യണം. ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓഫായി. ഇങ്ങോട്ട് തുറക്കുമ്പോൾ നിങ്ങൾ പ്രസ് ചെയ്ത് ഇങ്ങോട്ട് വെച്ചാൽ മീഡിയം, മാക്സിമം മിനിമം മിനിമം. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് താഴോട്ട് സിം. ഇതിന്റെ ഇടയിലില്ല, അത് ഇതും മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ. ഇടയിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എവിടെയും നിൽക്കാം. നമ്മൾ വരുന്നതിനനുസരിച്ച് ഫോഴ്സ് കൂടും. പക്ഷെ ഫ്ലെയിമിന്റെ അതിൽ വ്യത്യാസം വലുതായിട്ട് തോന്നില്ല നിങ്ങൾക്ക്. പക്ഷെ നല്ല ഹീറ്റ് ആവും. നമ്മളിവിടെ ഇനി ബാക്കിൽ വല്ലതും മറക്കണം. ചൂട് ഒരുപാട് വരുന്നുണ്ട്. ഇവിടെയോ? ഇവിടെ ഒന്നും വേണ്ട. ബിൽഡിങ്ങിന്റെ ബാക്കിൽ ഷീറ്റ് ഇറക്കി വല്ലതും ചെയ്യണം. അതൊന്നും വേണ്ട, അതൊന്നും കുഴപ്പമില്ല. രാവിലത്തെ ഒരു ചൂടല്ലേ അത് വിഷയമില്ല.
കട്ടിയിലൊക്കെ കട്ടായിരുന്നല്ലോ. ഇതും ഇതിൻ്റെ ഈ റിങ്ങും ഈ ബ്ലാക്ക് ലൈറ്റ് അതുകൊണ്ട് ഇതുവരെ അത്രയും ഇത്രയും എടുക്കാൻ പറ്റുള്ളൂ. ഈ സെൻട്രൽ പോർഷൻ ഇതും എടുക്കാം കേട്ടോ. ഇത് കൊടുക്കാൻ പറ്റും എടുക്കാം. അത്രയും മാത്രം. സർവീസിനെ എങ്ങനെ വിളിക്കുന്നത് നിങ്ങൾ നീറ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയർലി ഒരു സർവീസ് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ വിളിച്ചാൽ മതി. ഓഫീസിൽ വിളിച്ചാൽ അതെ, വിളിച്ചാൽ മതി. അതിന് സർവീസിന് പൈസ ഉണ്ടോ? സാർക്ക് 1 ഇയർ വരെ ഫ്രീ. അത് ഓട്ടോമാറ്റിക്കാണ്. ഇതിപ്പോൾ മെഷീൻ ഓൺ ആകുമ്പോൾ മാത്രമേ അത് ഓപ്പൺ ആകും. അത് കഴിഞ്ഞാൽ തന്നെ ക്ലോസ് ആകും. അത് കുറച്ച് സേഫാണ്. എന്തെങ്കിലും ഉള്ളിൽ നിന്ന് കയറിയാലും മെഷീൻ്റെ ഉള്ളിൽ കയറിയാൽ മുകളിൽ തുറന്ന് എന്തെങ്കിലും സംശയം നിങ്ങൾ വിളിച്ചാൽ എന്തെങ്കിലും കയറി നോർമലി മറ്റേത് മതി. ഫസ്റ്റ് കുറയ്ക്കാനല്ല, കുറയ്ക്കാൻ ഇങ്ങനെ തന്നെയാണ്. അതെ, ഓഫ് ചെയ്യാനും കൂടെ. അതെ. ഓഫ് ചെയ്യാനാണ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് ഒരിക്കൽ ആക്കി കഴിഞ്ഞാൽ 3 മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓഫ് ആവും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ആക്കി അപ്പം തന്നെ ഓഫ് ആവും. ഒരിക്കൽ കൂടി ആക്കി അപ്പം തന്നെ ഓഫ് ആവും. ഒരിക്കൽ കൂടെ ആക്കി അപ്പം തന്നെ ഇതിന്റെ ഓപ്ഷൻ ഉണ്ട്, ഓൺ ചെയ്യാം. ഈ ബട്ടൺ അല്ലേ ഈ ഡ്രോപ്പ് ആവുന്ന പോലെ അതിങ്ങനെ ടച്ച് ചെയ്ത് പിടിക്കാം. എന്നുവെച്ചാൽ ഒരു 10 മിനിറ്റ് ഇവിടെ 9 നിന്ന് വരുന്ന വരെ ടച്ച് ചെയ്ത് പിടിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം ഇതൊരു 10 മിനിറ്റ് ഫംഗ്ഷൻ ആണ്. 10 മിനിറ്റ് അത് വർക്ക് ചെയ്യും. എന്ന് വെച്ചാൽ വേറെ ഒന്നും ഉണ്ടാവില്ല. ഒരു 9 മിനിറ്റ് ഈ 9 എന്നുള്ളത് റെഡ്യൂസ് ആവും. 8, 7, 6, 5 0 വന്നിട്ട് 1 മിനിറ്റ് റൺ ആവും. അത് കഴിഞ്ഞ ശേഷം ഓഫ് ആവും, തനിയെ ഓഫ് ആയിക്കോട്ടെ. അതിനുശേഷം മാത്രം ആ സ്വിച്ച് ഓഫ് ചെയ്യാം. അവിടുത്തെ അതാണ് സ്വിച്ച്. അതിന്റെ ആ സൈഡിലുള്ള സ്വിച്ച് ചിമിനിയുടെയാണ്. ചിമിനിയുടെ ഹോപ്പിന്റെ ഈ 10 മിനിറ്റ് കഴിഞ്ഞ ഉടനെ നമുക്ക് പിന്നീട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തരാം. എന്ന് വെച്ചാൽ ഓയിൽ ഇതിൽ കളക്ട് ആവാനുള്ള ടൈം കൊടുക്കുക. എന്ന് വെച്ചാൽ ഇപ്പൊ ചെയ്ത് ഡെയിലി അല്ല, 15 ദിവസം കൂടുമ്പോൾ ചെയ്താൽ ഓൺ ചെയ്താൽ മതി. പക്ഷെ അത് കൂടുതലാണെങ്കിൽ ഒരു 10 ദിവസം ചെയ്യാം. നമ്മുടെ കുക്കിങ്ങിനനുസരിച്ച് മിനിമം 15 ദിവസം കൂടുതലും ചെയ്യണം. ഇതിലായിരിക്കും വേസ്റ്റ് ഒക്കെ വരിക, ഓയിലും കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ എടുത്ത് വാഷ് ചെയ്യുക. അതിനനുസരിച്ച് ഇതിൽ വയ്ക്കുക. വെടിച്ച ശേഷം മാത്രം വെക്കുക, വെള്ളത്തോട് വയ്ക്കരുത്. ഇവിടെയൊക്കെ ഓയിൽ ഉണ്ടാവും. അത് നമുക്ക് ഏതെങ്കിലും ലോഷനോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് സ്പ്രേ ചെയ്തിട്ട് വൈപ്പ് ചെയ്തെടുക്കാം. എന്തെങ്കിലും വൈപ്പറോ അല്ലെങ്കിൽ ലോഷൻ ഉണ്ടെങ്കിൽ ലോഷൻ. ഇതിൽ നമ്മൾ സെൻസറിൽ ഓൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് കത്തും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്. അതല്ല വേണ്ടാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിടാം. ടച്ചിൽ ഓഫ് ചെയ്യാൻ പറ്റും. ഇത് ഫാനിന്റെ സ്പീഡ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അങ്ങനെ 3 സ്പീഡ്. ടച്ചിൽ ഓൺ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഓൺ ചെയ്യാം, സ്റ്റേ സെലക്ട് ചെയ്യാം. അത് സെൻസർ നമ്മൾ ഈ കൈയാക്കണേ അതിന് വേണ്ടിയിട്ടുള്ള ബോക്സ് ആണ്. ഇതിന് നമ്മളൊന്നും ചെയ്യാറില്ലല്ലോ. അത് യൂസ് ചെയ്യാം. ഇതിന്റെ ഒരു ഫ്ലാപ്പ് ഓപ്പൺ ആവുന്നതും വൈബ്രേഷന്റെ ഒരു സൗണ്ട് ഉണ്ടാവും. എന്നുവെച്ചാൽ ഓപ്പൺ ക്ലോസിങ് തനിയെ ഓട്ടോമാറ്റിക് ആകും. അത് മാത്രം സർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ അപ്പോൾ ആ 2 ഫ്ലാപ്പ് ഉണ്ടാവും. ആ ഫ്ലാപ്പും കൂടി നിൽക്കുന്നുണ്ടാവും. കുഴപ്പമില്ല, അത് എല്ലാ മെഷീനുള്ളതാണ്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ അഴിച്ചിടാം. പക്ഷെ അത് സേഫാണ്, ഏറ്റവും നല്ലതാണ്. അത് ഓട്ടോമാറ്റിക്കാണ്. ഇതിപ്പോൾ മെഷീൻ ഓൺ ആകുമ്പോൾ മതി. അത് കുറച്ച് സേഫാണ്. എന്തെങ്കിലും ഉള്ളിൽ നിന്ന് കയറിയാലും മെഷീൻ്റെ ഉള്ളിൽ കയറിയാൽ മുകളിൽ തുറന്ന് എന്തെങ്കിലും സംശയം നിങ്ങൾ വിളിച്ചാൽ എന്തെങ്കിലും കയറിയാൽ